നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റിയ പ്രദേശവാസികളുടെ ദർശനത്തിനുള്ള വരി വീണ്ടും അകത്തേക്ക് മാറ്റാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ഏകാദശി മുതൽ പുറത്തേക്ക് മാറ്റിയ വരിയാണ് ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് വീണ്ടും പഴയപടിയാക്കിയത്. നിർമ്മാണം നിലച്ച ജില്ലാ പഞ്ചായത്തിന്റെ സംയുക്ത പദ്ധതിയായ വടക്കേക്കാട് ശ്മശാനത്തിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സ്ഥലം സന്ദർശിച്ചു. പുതിയ ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിക്കാൻ 2022 കോസ്റ്റ് ഫോർഡ് നിർവഹണ ഏജൻസിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പദ്ധതി ആവിഷ്കരിച്ചത്. തീരദേശത്തിന്റെ പഞ്ചാരമണലിൽ കൃഷി ചെയ്ത രാമച്ചം വിളവെടുപ്പ് ആരംഭിച്ചു. കാലം തെറ്റി പെയ്ത മഴയെ തുടർന്ന് വൈകിയാണ് രാമച്ചം വിളവെടുപ്പ് തുടങ്ങിയത്. അതേസമയം രാമച്ചത്തിന് ഭൗമസൂചിക പദവി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ജനവാസ മേഖലയിലെ മാലിന്യ ശേഖരണ കേന്ദ്രം പ്രദേശവാസികൾക്ക് ദുരിതമായി മാറുന്നു. പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. തൃത്താല സെന്ററിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. കൂറ്റനാട് റോഡിൽ ഫേമസ് ബേക്കറിക്ക് സമീപം വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. വിശദമായ വാർത്തയിലേക്ക്. ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റിയ പ്രദേശവാസികളുടെ ദർശനത്തിനുള്ള വരി വീണ്ടും അകത്തേക്ക് മാറ്റാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ഗുരുവായൂർ നഗരസഭയിലെ സ്ഥിര താമസക്കാരായ ഭക്തർക്ക് ദർശനത്തിന് രാവിലെയും വൈകിട്ടും 2 മണിക്കൂർ വീതം ക്ഷേത്രത്തിനുള്ളിൽ പ്രത്യേക വരിയുണ്ട്. ഇത് ഏകാദശി മുതലാണ് പുറത്തേക്ക് മാറ്റിയത്. ഇത് വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു. NK അക്ബർ MLAയും നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസും ദേവസ്വവുമായി ബന്ധപ്പെട്ട് വരി ക്ഷേത്രത്തിനകത്ത് തുടരണമെന്ന് ദേവസ്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. CPM ലോക്കൽ കമ്മിറ്റിയും ഈ ആവശ്യം പരസ്യമായി ഉന്നയിച്ചു. ഈ സാഹചര്യത്തിലാണ് ദേവസ്വം തീരുമാനം മാറ്റിയത്. ഏകാദശി ദിവസത്തെ തിരക്ക് കണക്കിലെടുത്ത് താൽക്കാലികമായാണ് വരി പുറത്തേക്ക് മാറ്റിയതെന്നും ദേവസ്വം അറിയിച്ചു. മുതിർന്ന പൗരന്മാരുടെ വരി ക്ഷേത്രത്തിന് പുറത്തുള്ള ക്യൂ കോംപ്ലക്സിൽ നിലനിർത്തും. ഇവിടെ ഫാനും വെളിച്ചവും ഏർപ്പെടുത്താനും ഭരണസമിതി തീരുമാനിച്ചു. ഭരണസമിതി തീരുമാനത്തെ ഭക്തർ സ്വാഗതം ചെയ്തു. നിർമ്മാണം നിലച്ച ജില്ലാ പഞ്ചായത്തിന്റെ സംയുക്ത പദ്ധതിയായ വടക്കേക്കാട് ശ്മശാനത്തിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സ്ഥലം സന്ദർശിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിലിന്റെ പ്രത്യേക താൽപര്യത്തിൽ പുതിയ ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിക്കാൻ 2022 കോസ്റ്റ് ഫോർഡ് നിർവഹണ ഏജൻസിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പദ്ധതി ആവിഷ്കരിച്ചത്. 70,54,000 രൂപയായിരുന്നു പദ്ധതി തുക. 16 ലക്ഷം പഞ്ചായത്തും ബാക്കി തുക ജില്ലാ പഞ്ചായത്തുമാണ് ചെലവഴിക്കുന്നത്. അതേ വർഷം മെയ് 5 ആദ്യ ഗഡുവായ 13,60,000 രൂപ ജില്ലാ പഞ്ചായത്ത് വടക്കേക്കാട് പഞ്ചായത്തിന് കൈമാറിയിരുന്നു. എന്നാൽ നിലവിലെ ശ്മശാനത്തിനരികിൽ MCF നിർമ്മാണം നടത്താൻ പഞ്ചായത്ത് തീരുമാനിച്ചത് വിവാദങ്ങൾക്ക് ഇടയാവുകയും നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കുകയും ചെയ്തു. പിന്നീട് റഹീം വീട്ടിപ്പറമ്പിൽ MCF നിർമ്മാണത്തിന് 7 സെന്റ് സ്ഥലം പഞ്ചായത്തിന് സൗജന്യമായി നൽകിയാണ് പ്രശ്ന പരിഹാരം കണ്ടത്. 2023 മെയ് 31 നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. 10 മാസത്തിനകം ഉദ്ഘാടനം ചെയ്യും എന്നായിരുന്നു പ്രഖ്യാപനം. ആദ്യ 2 ദിവസം പണി നടന്നെങ്കിലും പിന്നീട് ഒന്നും നടന്നില്ല. മണ്ണിന്റെ ബലക്കുറവ് കാരണം തെങ്ങിൻ തടി കുഴിയിലേക്ക് അടിച്ചു താഴ്ത്തിയുള്ള പൈലിംഗ് ആവശ്യമാണെന്നും ഇത് ഉൾപ്പെടെ എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തേണ്ടി വന്നതാണ് നിർമ്മാണം തുടങ്ങാൻ വൈകിയതിന് കാരണമെന്നും പാടത്തിന് സമീപം ആയതിനാൽ കുഴിയിലെ വെള്ളം വറ്റിച്ച് അടുത്ത ദിവസം പണി ആരംഭിക്കും എന്നുമായിരുന്നു അന്ന് കോസ്റ്റ് ഫോർഡിന്റെ ന്യായം. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ നിരന്തരം വടക്കേക്കാട് പഞ്ചായത്തുമായി ബന്ധപ്പെടാറുണ്ടെങ്കിലും മുടന്തൻ ന്യായം പറഞ്ഞ് ഒഴിഞ്ഞുമാറുകയാണ് ചെയ്തിരുന്നതെന്ന് പറയുന്നു. പിന്നീട് ഏതോ കാരണവശാൽ അത് കുറച്ച് നീണ്ടുപോയ ഒരു പ്രശ്നമാണ് നമ്മുടെ മുമ്പിലുണ്ടായത്. പിന്നീട് ഞങ്ങളത് എന്താണ് ജില്ലാ പഞ്ചായത്തിൻ്റെ വർക്കുകൾ അവലോകനം ചെയ്യുമ്പോഴാണ് 13,60,000 രൂപ ഗ്രാമപഞ്ചായത്തിന് കൈമാറിയിട്ടും പിന്നീട് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും മുന്നോട്ട് പോയിട്ടില്ല എന്ന് കണ്ടെത്തിയപ്പോഴാണ് അത് പരിശോധിച്ചത്. അങ്ങനെയാണ് ഒരു വർഷമായി അത് ഗ്രാമപഞ്ചായത്തിൻ്റെ അക്കൗണ്ടിൽ തന്നെ കിടക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കിയത്. പിന്നീട് ഗ്രാമപഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് അടിയന്തരമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ അവരോട് ആവശ്യപ്പെട്ട് അതിനുശേഷം കോസ്റ്റ് ബോർഡ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി. 2 വർഷമായിട്ടും നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകാതെ വന്നപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S പ്രിൻസ് സ്ഥല സന്ദർശനം നടത്തിയത്. വടക്കേക്കാട് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പർമാരായ KV റഷീദ്, രുഗ്മ്യ സുധീർ, ശ്രീധരൻ മാക്കാലിക്കൽ, ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര, പഞ്ചായത്ത് മെമ്പർ ഷിജില, സബ് കോൺട്രാക്ടർ ശ്രീജിത്ത്, പൊതുപ്രവർത്തകർ തുടങ്ങിയവരും എത്തിയിരുന്നു.
ജില്ലാ പഞ്ചായത്ത് ബാക്കിയുള്ള പരിപൂർണമായ സംഖ്യ 68 ലക്ഷം രൂപ എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് ആ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. പല ഘട്ടങ്ങളിലായി ചില തടസ്സങ്ങൾ വന്നു. അത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിൽ ഉണ്ടായിട്ടുള്ള ഒരു അനാസ്ഥ ഇനി സംഭവിക്കരുത് എന്ന് ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥരുമായിട്ടും ഗ്രാമപഞ്ചായത്തുമായിട്ടും ചർച്ച ചെയ്തു. അങ്ങനെയാണ് ഇപ്പോൾ വീണ്ടും ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ അതിനാവശ്യമായ ജില്ലാ പഞ്ചായത്തിൻ്റെ വിഹിതം നൽകാൻ ആവശ്യമായ മുഴുവൻ തുകയും ജില്ലാ പഞ്ചായത്ത് വകയിരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് ഈ 13-ാം തീയതി രണ്ടാം ഗഡു ബില്ലിൻ്റെ ഒരു 5 ലക്ഷം വന്നിട്ടുണ്ട്. അതിപ്പോൾ ജില്ലാ പഞ്ചായത്ത് യോഗ 23-ാം തീയതി കഴിഞ്ഞാൽ ആ പൈസയും നമ്മൾ കൊടുക്കും. എത്ര പൈസയാണ് ഈ നമ്മുടെ എസ്റ്റിമേറ്റ് അനുസരിച്ച് 84 ലക്ഷത്തിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വീതം. നിലവിൽ 84 ലക്ഷം രൂപയാണ് പദ്ധതി തുക. 68 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് നൽകും. ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ അതിനാവശ്യമായ മുഴുവൻ ഫണ്ടും വകയിരുത്തിയിട്ടുണ്ട്. 23-ന് നടക്കുന്ന ജില്ലാ പഞ്ചായത്ത് യോഗത്തിന് ശേഷം രണ്ടാം ഘട്ടമായ 5 ലക്ഷം രൂപ കൈമാറും. ശ്മശാനം എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കുന്നതിനു വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്നും പ്രസിഡന്റ് VS പ്രിൻസ് പറഞ്ഞു. CCTV ന്യൂസ് പുന്നയൂർകുളം. തീരദേശത്തിന്റെ പഞ്ചാര മണലിൽ കൃഷി ചെയ്ത രാമച്ചം വിളവെടുപ്പ് ആരംഭിച്ചു. കാലം തെറ്റി പെയ്ത മഴയെ തുടർന്ന് വൈകിയാണ് ഈ വർഷം രാമച്ചം വിളവെടുപ്പ് തുടങ്ങിയത്. രാമച്ചത്തിന് കിലോഗ്രാമിന് 80 മുതൽ 105 രൂപ വരെയാണ് വില. തീരദേശ മേഖലയിലെ കാപ്പിരിക്കാട് മുതൽ എടക്കഴിയൂർ വരെയുള്ള ഭാഗങ്ങളിലാണ് രാമച്ചം കൃഷി ചെയ്യുന്നത്. ഇതിൽ കൂടുതലും പുന്നയൂർകുളം പഞ്ചായത്ത് പരിധിയിലാണുള്ളത്. രാമച്ചം വിപണനത്തിന് സർക്കാർ തലത്തിൽ സംവിധാനമില്ലാത്തതിനാൽ കർഷകർക്ക് ന്യായമായ വില ലഭിക്കുന്നില്ല. ആദ്യം ഇടത്തട്ടുകാരിലായിരുന്ന ഈ മേഖലയിലും ഇവരുടെ കടന്നുകയറ്റം ആരംഭിച്ചതോടെ ലാഭത്തിൽ ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. തീരദേശത്തിന്റെ പഞ്ചാര മണലിൽ കൃഷി ചെയ്യുന്ന രാമച്ചത്തിന് പുറം നാടുകളിൽ നല്ല മാർക്കറ്റാണുള്ളത്. മലമ്പ്രദേശങ്ങളിലെ രാമച്ചത്തിനേക്കാളും ഔഷധഗുണം കൂടുതലാണ് തീരപ്രദേശങ്ങളിലെ രാമച്ചത്തിന്. ആയുർവേദ ഉൽപ്പന്നങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, സോപ്പ്, ചെരുപ്പുകൾ, വിശറി, കിടക്ക, തലയിണ മുതലായവ നിർമ്മിക്കുന്നതിന് പുറമെ തനിമ നിലനിർത്തി നിർമ്മിക്കുന്ന വീടുകൾക്ക് സീലിംഗ് നിർമ്മിക്കുവാനും ഏറെ സുഗന്ധമുള്ള രാമച്ചം ഉപയോഗിച്ചു വരുന്നുണ്ട്. ലാഭം കുറയാതിരിക്കാൻ ഗോഡൌൺ സംവിധാനം ഒരുക്കാതെ കൃഷിയിടത്തിൽ നിന്ന് തന്നെ 50 കിലോ വരുന്ന കെട്ടുകളാക്കി കയറ്റിവിടുകയാണ് പലരും ചെയ്യുന്നത്. പല കർഷകരും പാട്ടത്തിന് സ്ഥലമെടുത്താണ് കൃഷി ഇറക്കുന്നത്. വിളവെടുപ്പ് തുടങ്ങി കഴിയുന്നതിനോടൊപ്പം തന്നെ അടുത്ത കൃഷിക്കുള്ള തുടക്കവും ആരംഭിക്കും. CCTV ന്യൂസ് പുന്നയൂർകുളം. ചാവക്കാടൻ രാമച്ചത്തിന് ഭൗമസൂചിക പദവി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഘടക പദ്ധതികളിൽ ഉൾപ്പെടുത്തി ചാവക്കാട് മേഖലയിലെ രാമച്ച കൃഷിക്കാവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ നൽകുമെന്നായിരുന്നു കൃഷിവകുപ്പ് മന്ത്രി P. പ്രസാദ് പ്രഖ്യാപിച്ചിരുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ സംസ്ഥാന കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഗുരുവായൂർ നിയോജക മണ്ഡലം സംഘടിപ്പിച്ച രാമച്ചം പൊലിമ പരിപാടി ഉദ്ഘാടനത്തിനിടെയായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. ഇതിന്റെ ഭാഗമായി മന്ത്രി പുന്നയൂർകുളം രാമച്ച കൃഷിപ്പാടങ്ങൾ സന്ദർശിച്ചിരുന്നു. രാമച്ചത്തിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനാവശ്യമായ 10 ലക്ഷം രൂപ വരെയുള്ള യന്ത്രങ്ങൾ വാങ്ങുന്നതിന് 80% തുക സർക്കാർ നൽകും. ബാക്കി 20% അതത് പഞ്ചായത്തുകളും നൽകും. കൃഷിക്കൂട്ടങ്ങൾ രൂപീകരിച്ച് മൂല്യവർദ്ധിതം, വിപണനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും. അഗ്രോ ബിസിനസ് വഴി രാമച്ച മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണനം കാര്യക്ഷമമാക്കും. നാട്ടിലും മറുനാട്ടിലും ഇതുവഴി രാമച്ച വിപണനം നടത്താനാകുമെന്നും മന്ത്രി പറഞ്ഞിരുന്നു. മേഖലയിൽ കൃഷി ചെയ്യുന്ന കർഷകരുടെ രാമച്ച ഉൽപ്പന്നങ്ങൾക്ക് കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ലഭ്യമായാൽ സംസ്ഥാന സർക്കാരിന്റെ പൊതു ബ്രാൻഡായ കേരള ഗ്രോയിൽ ഉൾപ്പെടുത്തുമെന്നും രാമച്ച ഉൽപ്പന്നങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുന്നതിന് ഉൽപ്പന്നങ്ങൾ മനോഹരമായി പാക്കിംഗ് നടത്താനാവശ്യമായ പരിശീലനം ബോംബെയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാക്കിംഗ് സ്ഥാപനത്തിൽ സർക്കാർ സൗജന്യമായി നൽകും. പാക്കിംഗിൽ QR കോഡ് ഏർപ്പെടുത്തി വിപണനം നടത്തുമെന്നും ചാവക്കാടൻ രാമച്ചത്തിന്റെ സുഗന്ധം ലോകത്തിനു മുന്നിലെത്തിക്കാൻ സർക്കാർ ശ്രമിക്കുമെന്നും നിറഞ്ഞ സദസ്സിൽ മന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ നിറകൈയോടുകൂടിയാണ് കർഷകർ സ്വീകരിച്ചത്. NK അക്ബർ MLA, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും യോഗത്തിലുണ്ടായിരുന്നു. എന്നാൽ വർഷം 1 കഴിഞ്ഞിട്ടും പ്രാഥമിക നടപടികൾ പോലും നടപ്പിലായിട്ടില്ല. ഇതിനുള്ള ചിലവ് ആര് വഹിക്കും എന്നതാണ് തടസ്സം. ചെങ്ങാലിക്കോടൻ പഴവും കൊടുങ്ങല്ലൂർ പൊട്ടുവെള്ളരിയും പോലെ രാമച്ചവും രാജ്യാന്തര വിപണിയിൽ ഇടം നേടും എന്ന് കർഷകരും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നത് പാരമ്പര്യമായി രാമച്ച കൃഷി നടത്തുന്ന കർഷകർക്ക് പ്രതിസന്ധിയായി. പലരും രാമച്ച കൃഷി ഉപേക്ഷിച്ചപ്പോഴും മന്ത്രിയുടെ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഒരിക്കൽ കൂടി കൃഷി ചെയ്യാൻ രാമച്ച കർഷകർ മുന്നോട്ട് വന്നത്. CCTV ന്യൂസ് പുന്നയൂർകുളം. ഗുരുവായൂർ ക്ഷേത്രനടയിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനായി നഗരസഭ ആരംഭിച്ച രജിസ്ട്രേഷൻ കൗണ്ടർ മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ദേവസ്വത്തിന്റെ സഹകരണത്തോടെ ദേവസ്വത്തിന്റെ വൈജയന്തി കെട്ടിടത്തിലാണ് വിവാഹ രജിസ്ട്രേഷൻ കൗണ്ടർ ആരംഭിച്ചത്. ക്ഷേത്രനടയിൽ വിവാഹിതരാകുന്ന ദമ്പതികൾക്ക് രജിസ്ട്രേഷൻ കേന്ദ്രത്തിലെത്തി ഉടൻ സർട്ടിഫിക്കറ്റ് കൈപ്പറ്റാനാകും.
ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ AS മനോജ്, AM ഷഫീർ, A സായിനാഥൻ, സെക്രട്ടറി H അഭിലാഷ് കുമാർ, ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. മുനിസിപ്പൽ ചെയർമാൻ പറഞ്ഞതനുസരിച്ച് 20 കൊല്ലത്തെ പഴക്കമുള്ള ഒരാവശ്യമാണ്. ഇപ്പോഴും മാറിയിട്ടില്ല, നേരിട്ട് വാങ്ങുന്നവരുണ്ട്. പിന്നെ ഗുരുവായൂരിലാവുമ്പോൾ ഇവിടെ നിന്ന് നേരിട്ട് കൈപ്പറ്റണമെന്നൊരാഗ്രഹവും ആളുകൾക്ക് കാണില്ല. അപ്പോഴാണല്ലോ അതിന് പ്രത്യേകമായിട്ടുള്ള പരിപാലനത്തിൽ കൽപ്പിക്കുന്നവരുണ്ടാവും. വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിനേക്കാൾ ഗുരുവായൂരിൽ നിന്ന് കൈപ്പറ്റിയത് എന്ന ഒരു തൃത്താല സെന്ററിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. കൂറ്റനാട് റോഡിൽ ഫേമസ് ബേക്കറിക്ക് സമീപം വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. കൊച്ചിയിൽ നിന്നും പള്ളിപ്പുറത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ജനവാസ മേഖലയിലെ മാലിന്യ ശേഖരണ കേന്ദ്രം പ്രദേശവാസികൾക്ക് ദുരിതമായി മാറുന്നു. നമ്പഴിക്കാട് ലക്ഷംവീട് കോളനിയിൽ ദുരിതമായി മാറിയ മാലിന്യ ശേഖരണത്തിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. പഞ്ചായത്തിലെ 16 വാർഡുകളിൽ നിന്നും ഹരിതകർമ്മസേനാംഗങ്ങൾ വീട് വീടാന്തരം കയറിയിറങ്ങി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ ഇവിടെയാണ് എത്തിക്കുന്നത്. മാലിന്യങ്ങൾ ഇവിടെ എത്തിച്ച ശേഷമാണ് വേർതിരിച്ച് വലിയ ചാക്കുകളിലായി സൂക്ഷിക്കുന്നത്. പരിമിതമായ സ്ഥല സൗകര്യങ്ങളോടെയാണ് പഞ്ചായത്തിലെ MCF പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് പഞ്ചായത്ത് ഭരണം കൈയാളുന്ന ഘട്ടത്തിൽ ഗ്രീൻ ആർമിയുടെ ഉപകരണങ്ങൾ സൂക്ഷിക്കുന്നതിനായി നിർമ്മിച്ച കെട്ടിടവും മാലിന്യ ശേഖരണത്തിനും തരംതിരിക്കുന്നതിനുമായാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. MCFും ഗ്രീൻ ആർമിയുടെ കെട്ടിടവും നിറഞ്ഞതിനെ തുടർന്ന് മാലിന്യങ്ങൾ പരിസരത്തെ പൊതുയിടങ്ങളിൽ വാരിവലിച്ചിട്ട അവസ്ഥയിലാണ്. 50 രൂപ നൽകി കഴുകിയുണക്കി ഹരിതകർമ്മസേനാംഗങ്ങളെ ഏൽപ്പിച്ച പ്ലാസ്റ്റിക് മാലിന്യമാണ് മഴയും വെയിലുമേറ്റ് അലക്ഷ്യമായി നിക്ഷേപിച്ചിട്ടുള്ളത്. ഇവ കാറ്റിൽ പറന്ന് സമീപത്തെ വീട്ടുപറമ്പിലെത്തുന്ന സ്ഥിതിയാണുള്ളത്. ഈ മാലിന്യങ്ങൾ സമീപവാസികൾക്ക് ഏറെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കുന്നതായി പറയുന്നു. പഞ്ചായത്ത് അധികൃതരുടെ നിസ്സംഗതയാണ് മാലിന്യം വലിയ മലയ്ക്കു സമാനമായ സ്ഥിതിയിൽ കുന്നുകൂടി കിടക്കാൻ കാരണമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. ഹരിതസേനാംഗങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും ഫീസ് ഈടാക്കി ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സുരക്ഷിത സ്ഥലങ്ങളിൽ ശേഖരിക്കുവാനോ കൃത്യസമയത്ത് റീസൈക്ലിങ്ങിന് കൊടുക്കുവാനോ പഞ്ചായത്ത് ഭരണാധികാരികൾ തയ്യാറാകുന്നില്ലെന്ന് മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ് പറഞ്ഞു. ശുചിത്വ മിഷന്റെ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഒരാഴ്ചയ്ക്കകം മാലിന്യം കൊണ്ടുപോകുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത്. 2 മാസം പിന്നിട്ടിട്ടും മാലിന്യ നീക്കം നടത്താനായിട്ടില്ലെന്നും റൂബി കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് പോൾ എന്നിവരും റൂബി ഫ്രാൻസിസിനൊപ്പമുണ്ടായിരുന്നു. CCTV ന്യൂസ് കേച്ചേരി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ ലാബ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം MLA AC മൊയ്തീൻ നിർവഹിച്ചു. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും അനുവദിച്ച 1.5 കോടി രൂപ വിനിയോഗിച്ചാണ് സ്കൂളിന്റെ ചിരകാല അഭിലാഷമായിരുന്ന ലാബ് സമുച്ചയം നിർമ്മിച്ചത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായിരുന്നു. പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട നിർമ്മാണം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ SR അനിതകുമാരി റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, PK ഷബീർ, വാർഡ് കൗൺസിലർ ബിജു C ബേബി, കൗൺസിലർ VS സുനിൽകുമാർ, HM ഡാർലിമോൾ, ഐസക്, PTA പ്രസിഡന്റ് പ്രിയ സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിരമിച്ച അധ്യാപകർ, PTA, SMC അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കുന്നംകുളം കിഴൂർ ശ്രീ വിവേകാനന്ദ കോളേജിൽ SFI ABVP സംഘർഷത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. 2 SFI പ്രവർത്തകർക്കും 2 ABVP പ്രവർത്തകർക്കുമാണ് പരിക്കേറ്റത്. SFI പ്രവർത്തകരായ ശ്രീലക്ഷ്മി ഉണ്ണി, അഫ്സൽ, ABVP പ്രവർത്തകരായ ദേവജിത്ത്, സനൽകുമാർ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് സംഘർഷമുണ്ടായത്. കോളേജിലേക്ക് ക്രിസ്മസ് ആഘോഷത്തിനിടെയുണ്ടായ വാക്കുതർക്കത്തിനിടെ SFI ABVP പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. സംഘർഷത്തിൽ പരിക്കേറ്റവരെ കുന്നംകുളം മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. തൃത്താല നിയോജക മണ്ഡലത്തിലെ പത്ര, ദൃശ്യ, ഓൺലൈൻ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ കൂറ്റനാട് പ്രസ് ക്ലബ് ഓഫീസ് ഞായറാഴ്ച മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്യും. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ NGO ചെയർമാൻ V സെയ്ദ് മുഖ്യാതിഥിയാകും. കൂറ്റനാട് ഗുരുവായൂർ റോഡിലെ പെട്രോൾ പമ്പിന് സമീപത്തെ കെട്ടിടത്തിലാണ് പ്രസ് ക്ലബ് ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത്. ചടങ്ങിൽ KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം, മുൻ MLA മാർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, സഹകരണ ബാങ്ക് ഭാരവാഹികൾ,
വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, സർവീസ് സംഘടനാ ഭാരവാഹികൾ, വ്യാപാരി സംഘടനാ നേതാക്കൾ, കലാകായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സി. മൂസ പെരിങ്ങോട്, രക്ഷാധികാരികളായ വീരാവുണ്ണി മുള്ളത്ത്, ഉമാശങ്കർ എഴുമങ്ങാട്, സി. കെ. ഉണ്ണികൃഷ്ണൻ, പ്രസ് ക്ലബ് സെക്രട്ടറി ഇസ്മായിൽ തുടങ്ങിയവർ പങ്കെടുത്തു. തൃത്താല മണ്ഡലം അടിസ്ഥാനമാക്കിയിട്ട് ഒരു പത്രസമ്മേളനം നടത്താനുള്ള ആവശ്യമായ എല്ലാവിധ സജ്ജീകരണങ്ങളും തയ്യാറാക്കിക്കൊണ്ടാണ് കൂറ്റനാട്ടെ പ്രസ് ക്ലബ്ബ് 22-ാം തീയതി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. ഇതുമായി പ്രസ് ക്ലബിൻ്റെ ഒരു പോരായ്മ നികത്താൻ ഈ പ്രസ് ക്ലബിന് സാധ്യമാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കേബിൾ ടിവി ഇന്റർനെറ്റ് ഉപഭോക്താക്കൾക്ക് മികച്ച സേവനം നൽകുന്നതിനായി COAയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കേരള വിഷന്റെ കീഴിലുള്ള കോളങ്ങാട്ടുകര നയൻ വിഷൻ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓഫീസിൽ കോമൺ സർവീസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. KCCL ചെയർമാൻ K. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. നയൻ വിഷൻ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ഓഫീസിൽ നടന്ന ചടങ്ങ് ചെയർമാൻ സന്തോഷ് ജോസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ കേരള വിഷൻ ചെയർമാൻ KC ജോൺസൺ, തൃശൂർ കേരള വിഷൻ MD T. ജയപ്രകാശ്, COA ജില്ലാ ട്രഷറർ CG ജോസ്, നയൻ വിഷൻ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് MD KR അനിലൻ, COA കേച്ചേരി മേഖലാ പ്രസിഡന്റ് പോൾ ജേക്കബ്, കേച്ചേരി മേഖലാ സെക്രട്ടറി AR റെജി തുടങ്ങിയവർ സംസാരിച്ചു. പുലിയന്നൂർ ഗവൺമെന്റ് UP സ്കൂളിൽ പുതിയതായി നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന്റെ ശിലാസ്ഥാപനവും കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനവും കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. പശ്ചാത്തല സൗകര്യ വികസനത്തിൽ ഇതുപോലെ ഇടപെട്ടിട്ടുള്ള ഒരു സർക്കാർ ഇതിനു മുമ്പുണ്ടായിട്ടില്ല. സ്കൂളുകളുടെ കാര്യത്തിൽ മാത്രമല്ല, പൊതുഗതാഗതത്തിൻ്റെ കാര്യത്തിൽ, അംഗൻവാടികളുടെ കാര്യത്തിൽ, കുടിവെള്ള പദ്ധതികളുടെ കാര്യത്തിൽ, ജലസേചന സൗകര്യത്തിൻ്റെ കാര്യത്തിൽ എല്ലാം മാതൃകാപരമായൊരു ഗ്രാമജീവിതത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ട്. കുന്നംകുളം MLA AC മൊയ്തീന്റെ ശ്രമഫലമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും 1 കോടി രൂപയും MLA ഫണ്ടിൽ നിന്ന് 1 കോടി രൂപയും വിനിയോഗിച്ച് നിർമ്മിക്കുന്ന സ്കൂൾ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും PM പോഷൻ പദ്ധതി പ്രകാരം നിർമ്മിച്ച കിച്ചൺ കം സ്റ്റോറിന്റെ ഉദ്ഘാടനവുമാണ് നടത്തിയത്. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി അധ്യക്ഷത വഹിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് മുഖ്യാതിഥിയായി. തൃശൂർ പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TK സന്തോഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വേലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി, വേലൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ CF ജോയ്, ഷെർലി ദിലീപ് കുമാർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്വപ്ന റഷീദ്, ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ നേതാക്കൾ, വിദ്യാഭ്യാസ ഓഫീസർമാർ, ഉദ്യോഗസ്ഥ പ്രമുഖർ, രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ വ്യക്തികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് NP കുമാരിദേവി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ബെറ്റി ജോയ് നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, വേലൂർ. കോട്ടോൽക്കുന്നിൽ 2 ഇടങ്ങളിലായി നടത്തുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം നടത്തി. മുൻ കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജമാൽ കോട്ടോലിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. നിയമലംഘനം നടത്തിയാണ് ഇവിടെ മണ്ണെടുപ്പ് നടത്തുന്നതെന്നും പല ഭാഗങ്ങളിലെയും ഗ്രാമീണ റോഡുകൾ വലിയ വാഹനങ്ങൾ പോകുന്നതിനെ തുടർന്ന് തകർന്നിരിക്കുകയാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. വലിയ രീതിയിലുള്ള പാരിസ്ഥിതിക ആഘാതങ്ങൾ ഉണ്ടാക്കുന്ന മണ്ണെടുപ്പ് നിർത്തിവെക്കുന്നതിനാവശ്യമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതായും കളക്ടർ, ജിയോളജി വകുപ്പ് തുടങ്ങിയ ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുമെന്നും ഇവർ അറിയിച്ചു. NK അലി, K വിശ്വംഭരൻ, അബു പുത്തൻകുളം, ശിവരാമൻ, വിഘ്നേശ്വര പ്രസാദ്, ലത്തീഫ്, ഇസ്മായിൽ, മുഹമ്മദ് അലി തുടങ്ങിയ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രശസ്ത ഇടയ്ക്ക വിദ്വാൻ തിച്ചൂർ മോഹനന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച തിച്ചൂർ മോഹനൻ ആശാൻ സ്മാരക തൗര്യത്രികം കലാക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി നിർവഹിച്ചു. കലാക്ഷേത്രം പ്രിൻസിപ്പാൾ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി അധ്യക്ഷനായി. ഗാനരചയിതാവ് BK ഹരിനാരായണൻ, പ്രശസ്ത കലാകാരന്മാരായ കോങ്ങാട് മധു, പനമണ്ണ ശശി, അമ്പലപ്പുഴ വിജയകുമാർ, കലാമണ്ഡലം കുട്ടിനാരായണൻ, ജ്യോതിദാസ് ഗുരുവായൂർ, പ്രസന്ന ഉണ്ണി, കലാക്ഷേത്രം ചെയർമാൻ സന്തോഷ് കൈലാസ്, സെക്രട്ടറി TA ബാബുരാജ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രശസ്ത വാദ്യ കലാകാരന്മാർ അണിനിരന്ന കേളി, സോപാന സംഗീതം, നാദസ്വര കച്ചേരി, ഡബിൾ തായമ്പക, ദൃശ്യ താള നൃത്ത സമന്വയം എന്നിവ നടന്നു.
ഉണ്ടായിരുന്ന ഈ ചെറ മരങ്ങൾ വലുതായിരുന്നു എനിക്ക് തോന്നുന്നു. അത് ചെറുതായി പോയതാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു. വലിയ ചെറയായിരുന്നു. ഇവിടെ ചരിത്രപ്രസിദ്ധമായ ഒരു കഥ ഈ നാട്ടിലെ, അത് ശരിയാണോ എന്ന് കണ്ടൂടാ, ഈ താത്രിക്കുട്ടിയുടെ നാടാണെന്ന് പറയാറുണ്ട്. അത് അവർ കുറേയെടുത്ത് താത്രിക്കുട്ടി എന്നാ പറയാറ്. ഈ നോവലിലൊക്കെ അവരുടെ ഇല്ലപ്പേരെന്താണെന്ന് കണ്ടൂടാ. ഏതായാലും അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളും ഈ നാട്ടിലുണ്ട്. മനോഹരമായ കഥകളുടെ നാടുണ്ട്. ഇടയ്ക്ക് വിദ്വാൻ തിച്ചൂർ മോഹനന്റെ സ്മരണാർത്ഥം നൽകുന്ന മികച്ച കലാകാരന്മാർക്കുള്ള സ്മൃതിമോഹനം പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. തിച്ചൂർ മോഹനൻ അനുസ്മരണ സമ്മേളനത്തിലാണ് പുരസ്കാര സമർപ്പണം നടന്നത്. വാദ്യശ്രേഷ്ഠ പുരസ്കാരത്തിന് ചോറ്റാനിക്കര വിജയന്മാരാർ, നൃത്തശ്രേഷ്ഠ പുരസ്കാരത്തിന് പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതി, സംഗീത ശ്രേഷ്ഠ പുരസ്കാരത്തിന് എൻ ലതിക എന്നിവരാണ് അർഹരായത്. ചടങ്ങ് പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ ഉദ്ഘാടനം ചെയ്തു. ചേലക്കര നിയോജക മണ്ഡലം MLA UR പ്രദീപ് അധ്യക്ഷനായി. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത, വിപിൻ കുടിയേടത്ത്, ഗാനരചയിതാവ് BK ഹരിനാരായണൻ, പ്രശസ്ത കലാകാരന്മാരായ കോങ്ങാട് മധു, പനമണ്ണ ശശി, അമ്പലപ്പുഴ വിജയകുമാർ, കലാമണ്ഡലം കുട്ടിനാരായണൻ, ജ്യോതിദാസ് ഗുരുവായൂർ, പ്രസന്ന ഉണ്ണി, കലാക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു. ചെറായി ശ്രീ ഭുവനേശ്വര ഭജന സമിതിയുടെ നേതൃത്വത്തിൽ ഭജനോത്സവവും അന്നദാനവും നടത്തി. ഭജനോത്സവത്തിന്റെ ഭാഗമായി മഹാഗണപതി ഹോമം, പടിഞ്ഞാറേക്കര ചെറായിയിൽ നിന്നും കർപ്പൂരാഴിയോടുകൂടി പൂത്താലം എഴുന്നള്ളിപ്പ്, മതസൗഹാർദ്ദ സംഗമം, ഭജന എന്നിവയും ഉച്ചയ്ക്കും രാത്രിയിലും അന്നദാനവും ഉണ്ടായി. ഗജവീരന്റെയും മേളത്തിന്റെയും അകമ്പടിയോടുകൂടിയാണ് പൂത്താലം എഴുന്നള്ളിപ്പ് നടത്തിയത്. അഭിനന്ദ് ആൻഡ് ടീം ചെറായി മേളത്തിനും വേട്ടേക്കരൻ ഭജനസമിതി ഭജനയ്ക്കും നേതൃത്വം നൽകി. പാറന്നൂർ നന്ദൻ തിടമ്പേറ്റി ചെറായി തെക്കത്ത് ഭഗവതി ക്ഷേത്ര പരിസരത്ത് വെച്ച് നടത്തിയ പരിപാടിക്ക് ശ്രീ ഭുവനേശ്വര ഭജനസമിതി പ്രവർത്തകർ നേതൃത്വം നൽകി. കർഷകർക്ക് ആശ്വാസമേകി എളവള്ളി പഞ്ചായത്തിന്റെ സഹായഹസ്തം. കനത്ത മഴയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രത്യേക വിഹിതം നൽകാൻ തീരുമാനിച്ചു. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് മഴയെ തുടർന്ന് വാഗ, കുണ്ടുപാടം, കണിയാന്തുരുത്ത്, കോക്കൂർപാടം, കാട്ടുപാടം, ബ്രാലായി എന്നീ പ്രദേശങ്ങളിൽ ഒരാഴ്ചയോളം നെൽച്ചെടി പൂർണ്ണമായും മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. വെള്ളക്കെട്ടിനെ തുടർന്ന് നട്ടുപിടിപ്പിച്ച നെൽച്ചെടികൾ അഴുകിപ്പോകുന്ന സ്ഥിതിയുണ്ടായി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും കൃഷി ഓഫീസറും കൃഷിനാശം സംഭവിച്ച പ്രദേശങ്ങൾ സന്ദർശിച്ചിരുന്നു. നിലവിലുള്ള ഉഴവുകൂലി ഇനത്തിൽ 1800 രൂപയാണ് കർഷകർക്ക് നൽകിയിരുന്നത്. ഏകദേശം 8 ദിവസത്തോളം വെള്ളം മൂടിക്കിടക്കുന്ന രീതിയിൽ നട്ട് 10-15 ദിവസം കഴിഞ്ഞിട്ടുള്ള മേഖലയിലൊക്കെ വെള്ളം മുങ്ങിക്കിടക്കുന്നതിൻ്റെ ഭാഗമായി നെല്ലിന് ചീച്ചൽ രോഗവും അതുപോലെ വലിയ നഷ്ടം സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ADC കൂടി അവിടെ വെച്ച് ഉണ്ടായ കർഷകരുടെ വിഷമം പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ കർഷകർക്ക് കൊടുക്കുന്ന ഒരു ഏക്കറിന് 1800 രൂപയുള്ള ഉഴവുകൂലി എന്ന നിലയ്ക്ക് അത് ഈ മുങ്ങിപ്പോയ കർഷകർക്ക് 1200 കൂടി കൂട്ടിച്ചേർത്ത് ഏക്കറയ്ക്ക് 3000 രൂപ കൊടുക്കാൻ വേണ്ടി എളവള്ളി ഗ്രാമപഞ്ചായത്ത് തീരുമാനമെടുത്തിരിക്കുന്നു. എന്നാൽ എളവള്ളി ഗ്രാമപഞ്ചായത്ത് കാർഷിക വികസന സമിതിയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് 1200 രൂപ കൂടി അധികമായി നൽകാൻ തീരുമാനമായി. ഇതോടെ നഷ്ടം സംഭവിച്ച കർഷകർക്ക് 3000 രൂപ ഉഴവുകൂലി ലഭിക്കും. കൂടാതെ സൗജന്യമായി ന്യൂട്രോമോണസ്, ഇലച്ചീച്ചലിന് തളിക്കുന്ന കീടനാശിനി എന്നിവ കർഷകർക്ക് നൽകുന്നതിനും തീരുമാനമായി. ഇതിനായി 3 ലക്ഷം രൂപയാണ് പദ്ധതിയിൽ അധികമായി ഭേദഗതി ചെയ്യുന്നത്. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ്, സെക്രട്ടറി തോമസ് രാജൻ, എളവള്ളി സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് KP രാജു, കൃഷി ഓഫീസർ CR രാജേഷ് എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് കേച്ചേരി. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അപമാനിച്ചുവെന്നാരോപിച്ച് SDPI പുന്നൂർകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. മതലാകുന്ന കിണർ പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം അണ്ടത്തോട് സെന്ററിൽ സമാപിച്ചു. തൃശൂർ ജില്ലാ ട്രഷറർ യഹിയ മന്ദലാകുന്ന് സംസാരിച്ചു. പ്രകടനത്തിന് SDPI പുന്നൂർകുളം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് സക്കറിയ പൂക്കാട്ട്, വൈസ് പ്രസിഡന്റ് സുബൈർ ഐനിക്കൽ, ഭാരവാഹികളായ ഇസ്മായിൽ അണ്ടത്തോട്, ആശിൽ മാവിൻചുവട് എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. യുവ 2024 എന്ന പേരിൽ ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിൽ തുടക്കമായ ക്യാമ്പിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖ സുനിൽ അധ്യക്ഷയായി. ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ മുഖ്യാതിഥിയായി.
NSS ക്ലസ്റ്റർ കൺവീനർ ലിൻഡോ വടക്കൻ സന്ദേശം നൽകി. ചുണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗം NS ജിഷ്ണു, ശ്രീകൃഷ്ണ സ്കൂൾ പ്രിൻസിപ്പാൾ TM ലത, ചുണ്ടൽ ഗവൺമെന്റ് UP സ്കൂൾ പ്രധാനാധ്യാപിക ഷീജ ജോസ്, ശ്രീകൃഷ്ണ സ്കൂൾ PTA പ്രസിഡന്റ് KB ഷിബു, സീനിയർ അധ്യാപിക M ജയശ്രീ, NSS ലീഡർ വേദ വി ദിലീപ് എന്നിവർ സംസാരിച്ചു. ഉൽപ്പന്ന നിർമ്മാണം, അടുക്കളത്തോട്ട നിർമ്മാണം, ഡിജിറ്റൽ ലിറ്ററസി, അങ്കണവാടി നവീകരണം, സൈബർ ക്വിസ്, ഫ്ളാഷ് മോബ് പരിശീലനം, തെരുവ് നാടകാവതരണം തുടങ്ങിയ പരിപാടികളോടെയാണ് 7 ദിവസങ്ങളിലായി ക്യാമ്പ് നടക്കുക. ഡിസംബർ 25-ന് ക്യാമ്പിൽ ക്രിസ്തുമസ് ആഘോഷവും നടക്കും. അനിൽ രാധാകൃഷ്ണൻ, ഉഷ പ്രഭുകുമാർ, CF ജോൺ ജോഫി, രമാരാജൻ, PV വേണുഗോപാലൻ, CS സുധീഷ് കുമാർ തുടങ്ങിയവർ വിവിധ സെഷനുകളിൽ കുട്ടികളുമായി സംവദിക്കും. CCTV ന്യൂസ്, കേച്ചേരി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെങ്ങാമുക്ക് യൂണിറ്റ് സമ്മേളനം നടന്നു. പാലക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം തൃശൂർ ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷീല ജോയ് അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി മിനി മോഹൻ റിപ്പോർട്ടും ട്രഷറർ ചന്ദ്രിക ശിവദാസൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കർഷകരെ ദ്രോഹിക്കുന്ന വന നിയമ ഭേദഗതിക്കെതിരെ കർഷക കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. ഭേദഗതി വരുത്തിയ ബില്ലിന്റെ കോപ്പി കത്തിച്ചുകൊണ്ട് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലി സമരം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് PK വിനയകുമാർ അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് TK ദേവസി മുഖ്യപ്രഭാഷണം നടത്തി. നേതാക്കളായ KC ബാബു, ബിജോയ് ബാബു, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CB രാജീവ്, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, കർഷക കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗങ്ങളായ KN ഗോവിന്ദൻകുട്ടി, TN നമ്പീശൻ, PT സുരേന്ദ്രൻ തുടങ്ങി കോൺഗ്രസ്, മഹിളാ കോൺഗ്രസ് നേതാക്കൾ, കൗൺസിലർമാർ എന്നിവർ സംസാരിച്ചു. വെൺമേനാട് MASM വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വജ്ര ജൂബിലി ആഘോഷത്തിന് തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്ര നടത്തി. സാംസ്കാരിക കലാരൂപങ്ങൾ, ബാൻഡുമേളം എന്നിവയുടെ അകമ്പടിയോടെയായിരുന്നു ഘോഷയാത്ര. MLA മുരളി പെരുന്നെല്ലി ഫ്ളാഗ് ഓഫ് ചെയ്തു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ഒരുമനിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ്, പാവർട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് റെജീന MM, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് ഗസാലി, മാനേജർ പ്രതിനിധി MK മുഹമ്മദ് മുനീർ, സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ളവർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ, ജനപ്രതിനിധികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരുമനൂർ കരുവാരക്കുണ്ട് പാലത്തിന് സമീപത്തു നിന്നും ആരംഭിച്ച ഘോഷയാത്ര വെൺമേനാട് MASM ഹയർ സെക്കൻഡറി സ്കൂളിലെത്തി സമാപിച്ചു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മ പുതുക്കി ഗ്രാമങ്ങളിൽ ക്രിസ്മസ് കരോളുകൾ സജീവമായി. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമായ ക്രിസ്മസിനെ വരവേൽക്കുകയാണ് നാടും നഗര ഗ്രാമവീഥികളും. വ്യാഴാഴ്ച സ്കൂൾ കോളേജുകൾ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് അവധിക്ക് അടച്ചതോടെയാണ് രാത്രി സമയങ്ങളിൽ ഗ്രാമങ്ങളിൽ ചെറിയ സംഘങ്ങളായി പാട്ടുകൾ പാടിയും ചെണ്ടയും നാസിക് ഡോളുകളെല്ലാം കൊട്ടിയും സാന്റാ കുപ്പായം അണിഞ്ഞുമാണ് ചെറിയ സംഘങ്ങൾ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തുന്നത്. ഇനിയുള്ള 5 ദിവസങ്ങളിലും കരോൾ സംഘങ്ങൾ ക്രിസ്മസിനെ വരവേൽക്കും. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഞായറാഴ്ച ക്രിസ്മസ് കരോൾ, റോഡ് ഷോ, നൂറോദ് യൽദോ, തിരുജനനത്തിന്റെ പ്രകാശം എന്നിവ ഞായറാഴ്ച നടക്കും. വൈകിട്ട് 6-ന് പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ് ഷോയിൽ MPPM സൺഡേ സ്കൂൾ യൂത്ത് അസോസിയേഷൻ, വനിതാ സമാജം, പള്ളിക്ക് കീഴിലുള്ള 11 കുടുംബ യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ കരോളിൽ വിവിധങ്ങളായ പരിപാടികൾ അവതരിപ്പിക്കും. പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായി നടത്തുന്ന കരോൾ റോഡ് ഷോയുടെ നടത്തിപ്പിനായി പള്ളിയിൽ യൂണിറ്റ് ഭാരവാഹികളുടെ യോഗവും ചേർന്നു. അങ്ങാടി ചുറ്റിയുള്ള കരോൾ റോഡ് ഷോ പള്ളിയിൽ സമാപിക്കും. വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, കരോൾ കൺവീനർമാർ, ഭക്തസംഘടന, കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകും. നാടെങ്ങും ക്രിസ്മസിനായി ഒരുങ്ങിക്കഴിഞ്ഞു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചും ക്രിസ്മസ് ആഘോഷങ്ങൾ നടന്നു. വിശദാംശങ്ങളിലേക്ക്. ചൈതന്യയിൽ ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമായി. ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത ക്രിസ്മസ് സന്ദേശം നൽകി. ബാലസഹായ സമിതി പ്രസിഡന്റ് അജിത് ചീരൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ചൈതന്യയിലെ മക്കളുടെ വർണ്ണാഭമായ കരോൾ പ്രോഗ്രാമും അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് നടത്തിയ കലാപരിപാടികളും ഉണ്ടായി. വിശിഷ്ട വ്യക്തിയും ക്രിസ്മസ് അപ്പൂപ്പനും ചേർന്ന് ക്രിസ്മസ് കേക്ക് മുറിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും നിർമ്മിച്ച ക്രിസ്മസ് ഫോട്ടോ ഫ്രെയിമിൽ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത ഫോട്ടോയെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ബാലസഹായ സമിതി വൈസ് പ്രസിഡന്റ് ബെൻസൺ വിൻസെന്റ്, PU ഷാജൻ, സജി എബ്രഹാം എന്നിവരും സന്നിഹിതരായിരുന്നു. കുന്നംകുളം ബദനി മാനേജ്മെന്റിന് കീഴിലുള്ള ബദനി സെന്റ് മേരീസ് നഴ്സറി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ബദനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC സന്ദേശം നൽകി. തോമസ് റമ്പാൻ, ഫാദർ മത്തായി OIC, ഫാദർ സോളമൻ OIC എന്നിവർക്കൊപ്പം പകൽ വീട്ടിലെ അംഗങ്ങളും മുഖ്യാതിഥികളായി. സ്കൂൾ പ്രിൻസിപ്പൽ റീന ഡേവിസ്,
കിൻഡർഗാർഡൻ അധ്യാപകർ എന്നിവർ നേതൃത്വം നൽകി. LKG വിദ്യാർത്ഥിനിയായ ആദിലക്ഷ്മി സ്വാഗതവും UKG വിദ്യാർത്ഥിനി ഋതുലക്ഷ്മി M. പ്രിയൻ നന്ദിയും പറഞ്ഞു. കുന്നംകുളം സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബദനിയ ആശ്രമം സുപ്പീരിയർ തോമസ് റംബാൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC അധ്യക്ഷനായ യോഗത്തിൽ മുൻ മാനേജർ ഫാദർ സോളമൻ OIC ക്രിസ്മസ് സന്ദേശം നൽകി. മുൻ പ്രിൻസിപ്പൽ ഫാദർ മത്തായി OIC ആശംസകൾ അറിയിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ ഫാദർ യാക്കോബ് OIC പരിപാടികൾക്ക് നേതൃത്വം നൽകി. ബൈബിൾ വായനയിലൂടെ ആരംഭിച്ച പരിപാടിയിൽ കരോൾ ഗാനങ്ങളും സാന്താക്ലോസുകളും മാലാഖമാരുടെ നൃത്തങ്ങളും വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും പ്രോഗ്രാമുകളും നടന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ MK ജോസ് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് PT സുശാന്ത് അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക KA സുജിനി, SMC ചെയർമാൻ മനാഫ് AU, MPTA പ്രസിഡന്റ് VK ജയലക്ഷ്മി, സ്കൂൾ ലീഡർ PH ഭദ്ര എന്നിവർ സംസാരിച്ചു. നാനോ ക്രിസ്മസ് ട്രീ പ്രദർശനം, മെഗാ കരോൾ സോങ്, ദൃശ്യാവിഷ്കാരം തുടങ്ങി വിവിധ കലാപരിപാടികൾ കുട്ടികൾ അവതരിപ്പിച്ചു. ക്രിസ്തുമസ് കേക്ക് വിതരണവും നടത്തി. നാനോ ക്രിസ്മസ് ട്രീ നിർമ്മാണ മത്സര വിജയികൾക്കും പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കും സമ്മാനങ്ങൾ നൽകി. കൺവീനർ ജിഫി ജോയ്, BRC കോർഡിനേറ്റർ ബിനു എന്നിവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി മൾട്ടിപർപ്പസ് സംഘത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കളിമുറ്റം ഡേ കെയർ സെന്ററിലെ ക്രിസ്തുമസ് ആഘോഷം ബാങ്ക് പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഡയറക്ടർമാരായ വിനോദിനി പാലക്കൽ, സിജി ജോൺ, KR രാധിക, അജു നെല്ലുവായി, സെക്രട്ടറി സുനിത ജോഷി, MM നിഷാദ് എന്നിവർ പങ്കെടുത്തു. കുരുന്നുകൾക്കും രക്ഷിതാക്കൾക്കും ജീവനക്കാർക്കുമൊപ്പം കേക്ക് മുറിച്ചും സമ്മാനങ്ങൾ നൽകിയുമാണ് ആഘോഷിച്ചത്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചടങ്ങിനെത്തിയ വിശിഷ്ട വ്യക്തികളെ പാപ്പാത്തോപ്പി അണിയിച്ചും കരോൾ ഗാനത്തിന് നൃത്തം ചെയ്തും ആഘോഷ പരിപാടികൾ വർണ്ണാഭമാക്കി. പ്രിൻസിപ്പൽ സന്തോഷ് ഇമ്മട്ടി കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ചു. സ്റ്റാഫ് അംഗങ്ങളും വിദ്യാർത്ഥികളും ക്രിസ്മസ് ഫ്രണ്ടിന് ഗിഫ്റ്റുകൾ സമ്മാനിച്ചു. പ്രധാനാധ്യാപകൻ ആൻഡോസി കാക്കശ്ശേരി സന്ദേശം നൽകി. ഫെബി ടീച്ചർ, ക്രിസ്റ്റി ടീച്ചർ, സെബി തോമസ്, ജോൺസൺ നമ്പഴിക്കാട് എന്നിവർ സംസാരിച്ചു. ജെസി ടീച്ചർ, സഞ്ജു മാസ്റ്റർ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേച്ചേരിയിലെ ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു. തൃശൂർ റോഡിലുള്ള ഓട്ടോ സ്റ്റാൻഡിലെ തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് കേക്ക് മുറിച്ച് മധുരം പങ്കുവച്ച് ക്രിസ്മസ് ആഘോഷിച്ചത്. സ്റ്റാൻഡിലെ മുതിർന്ന ഡ്രൈവർ PA ചന്ദ്രൻ കേക്ക് മുറിച്ചു. തുടർന്ന് സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലും വഴിയാത്രികർക്കും മധുര വിതരണം നടത്തി. ഓട്ടോ സ്റ്റാൻഡിലെ മുഴുവൻ ഡ്രൈവർമാരും ആഘോഷങ്ങളിൽ സംബന്ധിച്ചു. കഴിഞ്ഞ വർഷങ്ങളിലും ഓട്ടോ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചിരുന്നു. കരിക്കാട് CMLP സ്കൂളിൽ ക്രിസ്തുമസ് ആഘോഷവും മുതിർന്ന തൊഴിലുറപ്പ് തൊഴിലാളികളെ ആദരിക്കലും നടത്തി. സ്കൂൾ മാനേജർ PT ടെറീഷ് ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉഷ ശശികുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ തൃശൂർ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ അജിതകുമാരി സംസാരിച്ചു. കരിക്കാട് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ സജി കുളങ്ങാട്ടിൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. പ്രധാനാധ്യാപിക ഷൈനി N. സക്കറിയ, PTA പ്രസിഡന്റ് ഷബീർ AV, മാതൃസംഘം പ്രസിഡന്റ് സൗമ്യ, OSA സെക്രട്ടറി ജമാൽ കരിക്കാട് എന്നിവർ പങ്കെടുത്തു. 60 വയസ്സ് പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികളെയും 15-ാം വാർഡിലെ മുതിർന്നവരെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. ശിശുദിനത്തോടനുബന്ധിച്ച് നടത്തിയ പുഞ്ചിരി മത്സരം, ക്വിസ്, അക്ഷരമുറ്റം, ടാലന്റ് ടെസ്റ്റ്, ക്രിസ്തുമസ് കാർഡ് നിർമ്മാണം തുടങ്ങിയ മത്സരങ്ങളിൽ വിജയം നേടിയവരെയും വിവിധ മത്സരങ്ങളിലെ ഉപജില്ലാതല വിജയികളെയും ഉപഹാരം നൽകി അനുമോദിച്ചു. വിദ്യാർത്ഥികളുടെ കരോൾ ഗാനാലാപനം, ഡാൻസ്, കഥ, അധ്യാപകരുടെ കരോൾ ഗാനം, ആദരിക്കപ്പെട്ടവരുടെ വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയുമുണ്ടായിരുന്നു. കേക്ക് വിതരണവും നടന്നു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള ചാലിശ്ശേരി അങ്ങാടി മോർ അത്തനാസിയോസ് കുടുംബ യൂണിറ്റ്, സെന്റ് മേരീസ് കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു. പള്ളിയിൽ നിന്നാരംഭിച്ച ക്രിസ്മസ് കരോൾ ഇടവക വികാരി ഫാദർ ബിജു മുങ്ങാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവർ ആശംസകൾ നേർന്നു. യൂണിറ്റ് അംഗങ്ങൾ വീടുകളിലെത്തി ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. സാന്താക്ലോസ് മധുര വിതരണം നടത്തി. കുടുംബ യൂണിറ്റ് വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറി റെജി K. പൗലോസ്, ജോയിന്റ് സെക്രട്ടറിമാർ, ട്രഷറർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. പോർക്കുളം MKM UP സ്കൂളിൽ സ്കൂൾ കോർപ്പറേറ്റ് മാനേജർ ഫാദർ വർഗീസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രോപൊലിത്ത ക്രിസ്തുമസ് സന്ദേശം നൽകി. സഭാ ട്രസ്റ്റി ഗീവർ മാണി, സെക്രട്ടറി ബിനോയ് P. മാത്യു, PTA പ്രസിഡന്റ് ഷിബു PM, MPTA പ്രസിഡന്റ് ലതാ മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക ജുഷ K. ജോസ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി ലിജോ മാസ്റ്റർ നന്ദിയും പറഞ്ഞു. ആഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്കായി കരോൾ ഗാന മത്സരം, ആശംസാ കാർഡ് മത്സരം, അപ്പൂപ്പൻ മത്സരം, മാലാഖ മത്സരം, നക്ഷത്ര നിർമ്മാണം, ക്രിസ്തുമസ് അപ്പൂപ്പന് നിറം നൽകൽ എന്നീ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. മത്സരത്തിൽ വിജയിച്ച കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകി. തുടർന്ന് കേക്ക് വിതരണവും ഉണ്ടായിരുന്നു. ക്രിസ്തുമസിനോടനുബന്ധിച്ചുള്ള കുട്ടികളുടെ ടാബ്ലോയും അധ്യാപകരുടെ ഗാനാലാപനവും പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ ക്രിസ്തുമസ് ഡാൻസും പരിപാടികൾക്ക് മാറ്റുകൂട്ടി.
വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബെഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ആഘോഷ പരിപാടിക്ക് ബദനി ആശ്രമം സുപ്പീരിയർ ഫാദർ തോമസ് റമ്പാൻ OIC അധ്യക്ഷത വഹിച്ചു. ഫാദർ മത്തായി OIC, ഫാദർ സോളമൻ OIC, ഫാദർ ബെഞ്ചമിൻ OIC, PTA പ്രസിഡന്റ് മുരളി ടി, വൈസ് പ്രസിഡന്റ് നിഷ മുത്തലിബ്, അജിത് ചീരൻ, പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ രാധാമണി C എന്നിവർ സംസാരിച്ചു. ഫുഡ് ഫെസ്റ്റിലൂടെയും കൊമേഴ്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബി കഫേയിലൂടെയും സ്വരൂപിച്ച തുക കാരുണ്യ പ്രവർത്തനങ്ങൾക്കായി കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂൾ മാനേജർ അജിത് ചീരന് കൈമാറി. 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അധ്യാപകരായ മഞ്ജുഷ C, ലിഷ ലോനപ്പൻ, സുരേഖ TS, അലീഷ ബെന്നി എന്നിവർ നേതൃത്വം നൽകി. മറ്റം സെന്റ് മേരീസ് കോൺവെന്റ് LP സ്കൂളിൽ മറ്റം സെന്റ് തോമസ് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ ഷാജു ഊക്കൻ കേക്ക് മുറിച്ചുകൊണ്ട് ക്രിസ്തുമസ് ആഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രധാനാധ്യാപിക സിസ്റ്റർ അഞ്ജലി അരിമ്പൂർ ക്രിസ്തുമസ് സന്ദേശം നൽകി. PTA പ്രസിഡന്റ് ഷിൻഡോ, അസംഷൻ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ വിജിൽ ജീസ് എന്നിവർ സംസാരിച്ചു. വിദ്യാലയത്തിലെ കുരുന്നുകൾ അവതരിപ്പിച്ച ലൈവ് ക്രിബ് ആകർഷകമായി. കരോൾ ഗാനം, പാപ്പ ഡാൻസ്, കാർഡ് നിർമ്മാണം, നക്ഷത്ര നിർമ്മാണം തുടങ്ങിയ പരിപാടികൾ നടന്നു. കേക്ക് നിർമ്മിച്ചു കൊണ്ടുവന്ന അമ്മമാർക്കും ഏറ്റവും മികച്ച സാന്താക്ലോസിനും കാർഡ് നിർമ്മാണ വിജയികൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സിസ്റ്റർ ട്രീസ ജീസ്, ഫെമി ടീച്ചർ, സനിയ ടീച്ചർ, SRG കൺവീനർ നിസ്മി ജെയിംസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേവാ സമിതി, കടങ്ങോട് പഞ്ചായത്ത് കമ്മിറ്റിയും ഭാരത് സർക്കാർ സൂക്ഷ്മ ചെറുകിട ഇടത്തര മന്ത്രാലയം തൃശൂർ ഓഫീസും സംയുക്തമായി സംരംഭകത്വ ബോധവൽക്കരണ ശില്പശാല നടത്തി. ആയുർവേദ ഫിസിഷ്യൻ ഡോക്ടർ നയന രാജ് ഉദ്ഘാടനം ചെയ്തു. MSME DFO തൃശൂർ അസിസ്റ്റന്റ് ഡയറക്ടർ KP ജയശ്രീ അധ്യക്ഷനായി. കടങ്ങോട് പഞ്ചായത്ത് മെമ്പർമാരായ ധനീഷ് വിജയൻ, അഭിലാഷ് കടങ്ങോട്, സേവാഭാരതി അംഗങ്ങളായ സുഭാഷ് ആദൂർ, ജാനു വെള്ളറക്കാട്, ഷാജി ആദൂർ, രാജേഷ് AL, സനൂപ് കുടക്കുഴി, KV ബാബു എന്നിവർ നേതൃത്വം നൽകി. കേന്ദ്ര സംസ്ഥാന പദ്ധതികളിൽ സംരംഭകരെ പ്രാപ്തരാക്കുവാൻ നടത്തിയ ശില്പശാലയിൽ 150-ൽ പരം ആളുകൾ പങ്കെടുത്തു. ലോക അറബി ഭാഷാ ദിനാചരണത്തിന്റെ ഭാഗമായി പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിലെ മീഡിയ വിഭാഗം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് അറബി നാടിന്റെ സംസ്കാരവും പൈതൃകവും ഒത്തുചേർന്ന അറബിക് മജ്ലിസ് ദൃശ്യാവിഷ്കാരം അവതരിപ്പിച്ചു. മീഡിയ വിഭാഗം മേധാവി ഫരീദ E മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ദൃശ്യവിരുന്നിൽ വിദ്യാർത്ഥികളുടെ കലാപ്രകടനങ്ങളും അരങ്ങേറി. മോറൽ സയൻസ് മേധാവി ബഷീർ ഷർക്കി അറബി ഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് സംവദിച്ചു. മേധാവികളായ KR രവ്യ, സലീന ഖാദർ, അറബിക് വിഭാഗം മേധാവികളായ ഷാഹിദ, ഫാത്തിമ കുട്ടി എന്നിവർ സംസാരിച്ചു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറെ കേന്ദ്രമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ അവഹേളിച്ചതിനെതിരെ SDPI കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പെരുമ്പിലാവിൽ പ്രതിഷേധ പ്രകടനം നടത്തി. SDPI കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റാഫി താഴത്തേതിൽ സംസാരിച്ചു. CK ഷറഫുദ്ദീൻ, സദറുദ്ദീൻ തങ്ങൾ, S അദ്നാൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പന്നിത്തടം മേഖലാ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം പന്നിത്തടം ബിസ്മില്ല ഹോട്ടലിൽ നടന്നു. യൂണിറ്റ് രക്ഷാധികാരി ഷർഫു പന്നിത്തടം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് ദക്ഷിൻ അധ്യക്ഷത വഹിച്ചു. ഗജാൻജി താഹിർ മരത്തങ്കോട് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹോട്ടൽ ഉടമകൾ നേരിടുന്ന പ്രതിസന്ധികൾ ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. കൃഷ്ണൻ, സുഗുണൻ, റാഫി തുടങ്ങിയവർ നേതൃത്വം നൽകി. എളവള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീമിന്റെ സപ്തദിന പരിശീലന ക്യാമ്പിന് തുടക്കമായി. അന്നകര LP സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിലെ ആദ്യ ദിനത്തിൽ പുസ്തക വായനയുടെ പ്രസക്തിയെക്കുറിച്ച് നടന്ന ക്ലാസിന് 24 കേരള ബറ്റാലിയൻ NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ പുസ്തക വായനാശീലം നിർബന്ധമാക്കണമെന്നും വളർന്നുവരുന്ന വിദ്യാർത്ഥി സമൂഹത്തിൽ പുസ്തക വായന നിർബന്ധമാക്കുന്ന കർമ്മ പരിപാടികൾ തയ്യാറാക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും മുന്നിട്ടിറങ്ങണമെന്നും മേജർ സ്റ്റൈജു വ്യക്തമാക്കി. വിദ്യാർത്ഥികൾ ഇന്ന് വേഗതയുടെയും ദൃശ്യപരമാർന്ന റീൽസുകളുടെയും ലോകത്താണ്. അവരെ ശരിയായ ദിശാബോധത്തിലേക്കും ജീവിതഗന്ധിയായ വായനയുടെ ലോകത്തിലേക്കും കൊണ്ടുവരേണ്ടത് നമ്മുടെ കടമയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പാൾ TA വിജി അധ്യക്ഷയായി. അധ്യാപകരായ MM ധന്യ, KR അഖിൽ, AJ ജയേഷ്, P ലീനറ്റ് എന്നിവർ സംസാരിച്ചു. ബ്ലാങ്ങാട് നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെ 15ാം വാർഷികത്തിന്റെ ഭാഗമായി നാടൻ കളികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പഞ്ചീസ് എയർ സംഘടിപ്പിച്ചു. ഷിഹാബ് പൂന്തിരുത്തി സ്പോൺസർ ചെയ്ത വിന്നേഴ്സ് ട്രോഫിക്ക് വേണ്ടിയുള്ള പഞ്ചീസ് എയർ മത്സരത്തിൽ ഷെഫീർ ആൻഡ് രവി ടീം വിജയികളായി. ദാസൻ ആൻഡ് ലത്തീഫ് ടീം 2ാം സ്ഥാനം കരസ്ഥമാക്കി. നന്മ പ്രസിഡന്റ് PV അക്ബർ, വൈസ് പ്രസിഡന്റ് KV ആരിഫ്, ജോയിന്റ് സെക്രട്ടറി KV ജഹാംഗീർ,
ട്രഷറർ VS മുസ്തഫ, രക്ഷാധികാരി മജീദ് പേനത്ത്, RK ഹലീൽ, PS സനിൽ എന്നിവർ നേതൃത്വം നൽകി. കാക്കശ്ശേരി വിദ്യാവിഹാർ സെൻട്രൽ സ്കൂളിലെ 23ാമത് വാർഷികാഘോഷം നടന്നു. എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് കമ്മിറ്റി ട്രസ്റ്റി അഡ്വക്കേറ്റ് KV മോഹനകൃഷ്ണൻ, അക്കാദമിക് ഡയറക്ടർ ശോഭ മേനോൻ, പ്രിൻസിപ്പാൾ ഉഷ നന്ദകുമാർ, റിട്ടയർഡ് DEO ഹരിദാസ് മേനോൻ, PTA പ്രസിഡന്റ് സുജിത് ഐനിപ്പുള്ളി എന്നിവർ സംസാരിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന വാർഷികാഘോഷ പരിപാടിയിൽ കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ചൂണ്ടൽ ദേശവിളക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള ഗംഭീര ദേശവിളക്കും അന്നദാനവും ശനിയാഴ്ച നടക്കും. വിളക്കാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ശാസ്താവിനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള ശനീശ്വര പൂജ മുൻ ശബരിമല മേൽശാന്തി ഏഴിക്കോട് കൃഷ്ണദാസ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ വിളക്കു ദിവസം രാവിലെ 7 മണിക്ക് വിളക്കുപന്തലിൽ നടക്കും. വൈകിട്ട് 6-ന് ചൂണ്ടൽ പാറപ്പുറം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് എടക്കളത്തൂർ അശോകൻ ഗുരുസ്വാമിയും സംഘവും വിളക്കുപാർട്ടിയായി പാലക്കൊമ്പെഴുന്നള്ളിപ്പ് ആരംഭിക്കും. നാദസ്വരം, പഞ്ചവാദ്യം, കാവടി, നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരൻ എന്നിവയുടെ അകമ്പടിയോടെ നിരവധി താളങ്ങളുമേന്തിയുള്ള പാലക്കൊമ്പെഴുന്നള്ളിപ്പ് ചൂണ്ടൽ സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ വിളക്കുപന്തലിൽ എത്തിച്ചേരും. വിളക്കാഘോഷത്തിന്റെ ഭാഗമായി ചൂണ്ടൽ ഗോൾഡൻ പാലസ് ഓഡിറ്റോറിയത്തിൽ ഭക്തജനങ്ങൾക്കായി അന്നദാനമുണ്ടാകും. തുടർന്ന് ഉടുക്കുപാട്ട് അരങ്ങേറും. പുലർച്ചെ കനലാട്ടം, വെട്ടുംതട എന്നീ ചടങ്ങുകളോടെ വിളക്കാഘോഷത്തിന് സമാപനമാകും. വിളക്ക് കമ്മിറ്റി ഭാരവാഹികളായ P. അരവിന്ദൻ, PR മധുസൂദനൻ, KB സത്യൻ, KK സഹദേവൻ എന്നിവർ നേതൃത്വം നൽകും. CCTV ന്യൂസ് കേച്ചേരി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഹരിത ഭവനം മേഖലാ ജാഥയ്ക്ക് കോതച്ചിറ യൂണിറ്റിൽ സ്വീകരണം നൽകി. വടക്കേ കോതച്ചിറയിൽ ചേർന്ന സ്വീകരണ യോഗത്തിൽ മേഖലാ സെക്രട്ടറി MV രാജൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ചൂടാറപ്പെട്ടി, ബയോബിൻ, സോപ്പ് നിർമ്മാണം, ഡിറ്റർജന്റ് നിർമ്മാണം, പുരപ്പുറ സോളാർ വൈദ്യുതി എന്നിവയെക്കുറിച്ചുള്ള പരിശീലനം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് A. സേതുമാധവൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TU ഉദയൻ സ്വാഗതവും OT അശോകൻ നന്ദിയും പറഞ്ഞു. കോട്ടയം CMS കോളേജിൽ നടന്ന MG യൂണിവേഴ്സിറ്റി ഇന്റർ കോളേജ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ 97 കിലോ ഫ്രീസ്റ്റൈൽ വിഭാഗത്തിൽ റൈസുദ്ദീൻ MR വെള്ളി മെഡൽ നേടി. ആദൂർ മാനാത്തുപറമ്പിൽ റഫീഖ് തങ്ങളുടെയും നൌഷിജയുടെയും മകനാണ് റൈസുദ്ദീൻ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7030 രൂപ, പവന് 56,240 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 94 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഗുരുവായൂർ ക്ഷേത്രത്തിന് പുറത്തേക്ക് മാറ്റിയ പ്രദേശവാസികളുടെ ദർശനത്തിനുള്ള വരി വീണ്ടും അകത്തേക്ക് മാറ്റാൻ ദേവസ്വം ഭരണസമിതി തീരുമാനിച്ചു. ഏകാദശി മുതൽ പുറത്തേക്ക് മാറ്റിയ വരിയാണ് ഭക്തരുടെ പ്രതിഷേധത്തെ തുടർന്ന് വീണ്ടും പഴയപടിയാക്കിയത്. നിർമ്മാണം നിലച്ച ജില്ലാ പഞ്ചായത്തിന്റെ സംയുക്ത പദ്ധതിയായ വടക്കേക്കാട് ശ്മശാനത്തിന്റെ പ്രവർത്തനം വിലയിരുത്തുന്നതിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സ്ഥലം സന്ദർശിച്ചു. പുതിയ ഗ്യാസ് ക്രിമിറ്റോറിയം നിർമ്മിക്കാൻ 2022 കോസ്റ്റ് ഫോർഡ് നിർവഹണ ഏജൻസിയായി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പദ്ധതി ആവിഷ്കരിച്ചത്. തീരദേശത്തിന്റെ പഞ്ചാരമണലിൽ കൃഷി ചെയ്ത രാമച്ചം വിളവെടുപ്പ് ആരംഭിച്ചു. കാലം തെറ്റി പെയ്ത മഴയെ തുടർന്ന് വൈകിയാണ് രാമച്ചം വിളവെടുപ്പ് തുടങ്ങിയത്. അതേസമയം രാമച്ചത്തിന് ഭൗമസൂചിക പദവി ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. കണ്ടാണശ്ശേരി പഞ്ചായത്തിൽ ജനവാസ മേഖലയിലെ മാലിന്യ ശേഖരണ കേന്ദ്രം പ്രദേശവാസികൾക്ക് ദുരിതമായി മാറുന്നു. പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. തൃത്താല സെന്ററിൽ കാർ നിയന്ത്രണം വിട്ടുമറിഞ്ഞു. കൂറ്റനാട് റോഡിൽ ഫേമസ് ബേക്കറിക്ക് സമീപം വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു അപകടം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.